എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കൊന്ന് ബോട്ടിലിൽ ഒരു ചിത്രം വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സാമാന്യം പരന്ന ഒരു ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഇവിടെ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുകയാണ്. പെയിൻ്റെല്ലാം നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരു ചിത്രം വരയ്ക്കണം. ഞാൻ ആദ്യം പെൻസിൽ ഉപയോഗിച്ച് ഇവിടെ ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ കൃഷ്ണൻ്റെ ഒരു ചിത്രമാണ് വരയ്ക്കുന്നത്. ഗൂഗിളിൽ നിന്നെടുത്ത ഒരു ചിത്രം റെഫറൻസായി വെച്ചുകൊണ്ടാണ് ഇത് വരയ്ക്കുന്നത്. ഇത് കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം തിരഞ്ഞെടുത്തത്. വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇതൊരു കാർബൺ പേപ്പറിൽ ട്രേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഒരുപാട് ലെങ്തായി പോയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി വരയ്ക്കുന്നതൊക്കെ കുറച്ച് സ്പീഡിലും കാണിക്കുകയാണ്. അത്യാവശ്യം ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഇതൊന്ന് തെളിച്ചെടുക്കുന്നു. ബ്ലാക്ക് ഉണങ്ങിയതിന് ശേഷം മറ്റ് കളറുകൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാണ്. അതിവിടെ ഫേസിന് ബ്ലൂ കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഈ ബ്ലൂ കളറിൽ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് പല ഷെയ്ഡുകളിലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം മുഖത്തെ ഷെയ്ഡുകളൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഫേസിൻ്റെ കളറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശേഷം ഈ തലപ്പാവിന് ഒരു ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞൊറിവുകൾ പോലെ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കുകയാണ്. ചുണ്ടിന് റെഡ് കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നെറ്റിയിൽ കുറി വരയ്ക്കുകയാണ്. അത് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഓടക്കുഴലും മയിൽപ്പീലിയും ഒന്നും ബോട്ടിലിൽ വരച്ചെടുക്കുന്നില്ല. അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മയിൽപ്പീലിയുടെ ചുവട് ഭാഗത്തായിട്ട് വരുന്ന ഒരു പോർഷനാണിത്. ഇതിലൊക്കെ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓടക്കുഴലിലും ആദ്യം ഒരു ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലും ബ്രൗൺ കളർ അപ്ലൈ ചെയ്യും. ഇനി ഈ മയിൽപ്പീലിക്ക് ഓരോരോ കളറുകളായിട്ട് കൊടുക്കാം. ഏറ്റവും സെൻട്രലായിട്ടുള്ള പോർഷനിൽ ഡാർക്ക് ബ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് പുറത്തായിട്ട് ലൈറ്റ് ബ്ലൂ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പുറത്തായിട്ട് ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു.
ഇവിടെ ഒരു മെറ്റാലിക് ഗ്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓടക്കുഴലിലൊക്കെ ചെറിയൊരു ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മെറ്റാലിക് കോപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് വരച്ചെടുക്കുന്നത്. ഇവിടെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഗോൾഡൻ ബീഡ്സും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു മെറൂൺ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ കാർഡ്ബോർഡിൽ ചെയ്ത പോർഷനുകളെല്ലാം നമുക്ക് യഥാസ്ഥാനത്ത് ഒട്ടിച്ചു കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിന് അത്ര ഡെപ്ത് പോരാൻ തോന്നി. അതുകൊണ്ട് ഞാൻ അല്പം ഡാർക്ക് ഷെയ്ഡ് നടിച്ചു കൊടുക്കുകയാണ്. ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു ദുർഗാദേവിയുടെ ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇവിടെ ഒരു ചെയിൻ പോലെ വരച്ചു കൊടുക്കുകയാണ്. മെറ്റൽ ഗോൾഡാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെയിൻ പോലെ വരച്ചു കൊടുക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തിളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെറ്റാലിക് കളർ സ്പോഞ്ച് ഉപയോഗിച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റീൽ കളറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് കുറച്ച് ഫിനിഷിംഗ് വർക്കുകളിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെറ്റിയിലേക്ക് കുറച്ച് മുടികിഴകളൊക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് നല്ലൊരു തിളക്കം ലഭിക്കും. അതുകൂടാതെ ഈ കളറൊന്നും ഫെയ്ഡ് ആകാതെ കൂടുതൽ കാലം നിലനിൽക്കും. ഈ നെക്കിൽ ഞാൻ നല്ലൊരു ലേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഓടക്കുഴലിൽ ഇങ്ങനെ ഒരു ത്രെഡും കൂടെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലായിട്ടൊന്ന് രേഖപ്പെടുത്തണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇവിടെ ഉള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.